ഹലോ, ഇന്നൊരു തനി നാടൻ ഐറ്റമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നമ്മുടെ വാഴപ്പിണ്ടി തോരനില്ലേ, അതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കാരണം വീണ്ടും ഇന്ന് ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഇത് വീണ്ടും നമ്മൾ എടുത്തതിൻ്റെ ബാക്കി പീസാണ് ഇന്ന് വന്നിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് അറ്റങ്ങളും വെട്ടി മാറ്റി കുറച്ച് ഹാർഡായ ഭാഗങ്ങളൊക്കെ അതിന് പൊളിച്ച് കളഞ്ഞു. അപ്പോൾ ഇതേപോലുള്ള രണ്ട് പീസസ് വെച്ചിട്ടാണ് ഇന്നത്തെ തോരൻ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഈ തോരൻ്റെ ടേസ്റ്റ് കാരണമാണ് ഇന്ന് രണ്ടാമതും ഉണ്ടാക്കിയത് കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് ദിവസം വെറുതെ ചുമ്മാ ഒരു രസത്തിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും ഒന്നും ഉണ്ടാക്കി. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ വാഴപ്പിണ്ടി, വാഴയുടെ കാമ്പ്, വാഴയുടെ ട്യൂബ് എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 12 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇത്തിരി തേങ്ങ നമ്മുടെ വാഴക്കാമ്പിനേക്കാളും കൂടാൻ പാടില്ല കേട്ടോ. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ ചേരുവകൾ നമ്മുടെ ഒരു മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആദ്യം സെറ്റാക്കിയിട്ടൊന്ന് വെക്കാം കേട്ടോ. ഇതേ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വാഴക്കാമ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതെങ്ങനെ തലതിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് കുത്തി അരിയുക. കുനുകുനാന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെറിയ രീതി, വളരെ നേരിയ രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തോളൂ കേട്ടോ. അതായിരിക്കും കൂടുതൽ ഭംഗിയും ടേസ്റ്റിയും. കട്ട് ചെയ്തതിന് ശേഷം കൈവെള്ളയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം നമ്മുടെ വാഴക്കാമ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇതേപോലെ കുറച്ചിങ്ങനെ വലിയുന്നൊരു പശ പോലുള്ള ഒരു സാധനങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ സാധനം. ഇതൊക്കെ ഒന്ന് എടുത്ത് കളയുക. വാഴയുടെ കറയാണെന്ന് തോന്നുന്നു. 5 ചെറിയ ഉള്ളി നേരിയ രീതിയിൽ കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് 1 ടേബിൾ സ്പൂൺ കടുകും ചേർത്ത് അതിലേക്ക് തന്നെ നമ്മുടെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച വാഴപ്പിണ്ടി ഉണ്ടല്ലോ, എണ്ണ തേച്ച് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആദ്യത്തെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ, ഒരു 2 സെക്കൻഡ് നന്നായി ഇളക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് തുറന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ വാഴക്കാമ്പിന് വേവ് തട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനുശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ്, ശ്രദ്ധിക്കണം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഹാർഡായിരിക്കും ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇത്തിരി വെള്ളം തൂവിയതിന് ശേഷം ഈ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. ശേഷം അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും ഒന്ന് കിടന്നോട്ടെ. കുറച്ചധികം വേവുണ്ട് വാഴക്കാമ്പിന്, പെട്ടെന്ന് അത്ര വെന്ത് കിട്ടിയില്ല. ഒരു 20 മിനിറ്റോളം ഇതെൻ്റെ അടുപ്പത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വറവ് തോരൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറി കഴുകാത്ത ഞാൻ പോലും വീണ്ടും 2ാം ദിവസം ഉണ്ടാക്കിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.